ആദാമിൽ നിന്ന് ജനിച്ചവരെല്ലാവരും പാപികൾ. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവരെല്ലാവരും കുരുടന്മാർ. പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടെങ്കിലും കുരുടനായിരുന്നാലോ? അതാണ് യോഹന്നാൻ 9 കുരുടൻ. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഇവൻ പാപിയായതുകൊണ്ടാണോ? ഇവന്റെ അപ്പനമ്മമാർ പാപം ചെയ്തുകൊണ്ടാണോ? കർത്താവ് പറഞ്ഞല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ. വിളിയുള്ളവൻ അവനെ കർത്താവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവനെ കർത്താവ് അങ്ങ് അയച്ചു വിടും. ജോലി മണ്ഡലത്തിലാകട്ടെ, എവിടെയോ ആകട്ടെ, അവൻ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയി അനുഭവങ്ങളിലൂടെ അവൻ്റെ കണ്ണ് തുറക്കപ്പെടും. അതാണ് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ തേച്ച് നീ പോയി ശിലോഹ കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു. നമ്മൾ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക. ഈ മണ്ണിലെ കഷ്ടപ്പാട്, അധ്വാനം, ബുദ്ധിമുട്ട് ഒറ്റയ്ക്കല്ല, അവൻ്റെ അരുളപ്പാട് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തും. ആ ക്രിസ്തു നമ്മുടെ കണ്ണ് തുറക്കും. രാജകീയ ന്യായപ്രമാണം നമ്മൾ പ്രാപിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ള ഏക പ്രമാണത്തിലേക്ക് നമ്മൾ വരും. നമ്മുടെ കണ്ണ് തുറക്കപ്പെടും. അവിടെ നമ്മൾ ലോകത്തിന് വെളിച്ചമാകുകയാണ്, ഭൂമിയുടെ ഉപ്പായി മാറുകയാണ്.